ടൈപ്സ് ഓഫ് ജോയിന്റ് അഥവാ വിവിധ തരം സന്ധികൾ. നമ്മുടെ ബോഡിയിൽ പ്രധാനമായും 4 ടൈപ്പ് സന്ധികളാണ്. പിവറ്റ് ജോയിന്റ് അഥവാ കീലസന്ധി, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അഥവാ ഗോളര സന്ധി, ഹിഞ്ച് ജോയിന്റ് അഥവാ വിജാഗിരി സന്ധി, ഗ്ലൈഡിംഗ് ജോയിന്റ് അഥവാ തെന്നി നീങ്ങുന്ന സന്ധി. ഈ 4 പേരുകൾ നിങ്ങൾക്ക് ഓൾറെഡി പരിചിതമാവും. പക്ഷേ ഇതിന്റെ ഫംഗ്ഷൻസും ഇത് എവിടെ കാണപ്പെടുന്നു എന്നുള്ളത് പലപ്പോഴും കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇതാ പിടിച്ചോളൂ സുഹൃത്തുക്കളെ. ആദ്യത്തേത് പിവറ്റ് ജോയിന്റ് അഥവാ കീലസന്ധി. കീലസന്ധി എവിടെയെന്ന് ചോദിച്ചാൽ ദ ജോയിന്റ് ഓഫ് ദ പോയിന്റ് ഓഫ് സ്കൾ മീറ്റ്സ് അറ്റ് ദ ഫസ്റ്റ് വെർട്ടിബ്രെ. സ്കൾ അല്ലെങ്കിൽ തലയോട്ടി എന്ത് ചെയ്യുന്നു? മീറ്റ്സ് അറ്റ് ദ ഫസ്റ്റ് വെർട്ടിബ്രെ. നട്ടലിന്റെ ആദ്യത്തെ വെർട്ടിബ്ര, ആദ്യത്തെ കശേരുവുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ടാണ് ആര് കാണപ്പെടുക? നമ്മുടെ പിവറ്റ് ജോയിന്റ് കാണപ്പെടുക. അതായത് തലയോട്ടി നേരെ ഫസ്റ്റ് വെർട്ടിബ്രെ, നട്ടലിന്റെ ആദ്യത്തെ കശേരുമായി ബന്ധപ്പെടുന്ന ഈ ഒരു പോയിന്റിലാണ് ആര് കാണപ്പെടുക? പിവറ്റ് ജോയിന്റ് അഥവാ കീലസന്ധി കാണപ്പെടുക. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വശങ്ങളിലേക്കുള്ള ചലനം സാധ്യമാക്കുന്നു. ഇനേബിൾ സൈഡ് ടു സൈഡ് മൂവ്മെന്റ്. ഇതാ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. സൈഡ് ടു സൈഡ് മൂവ്മെന്റ്. അല്ലാതെ ഇതിങ്ങനെ പിടിച്ച് കറക്കാനൊന്നും പറ്റില്ലല്ലോ. അതാണ് പരിപാടി. സൈഡ് ടു സൈഡ് മൂവ്മെന്റ്, വശങ്ങളിലേക്കുള്ള ചലനം സാധ്യമാക്കുന്നു പിവറ്റ് ജോയിന്റ്. രണ്ടാമത്തേത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഗോളര സന്ധി. നമ്മളെ ഷോൾഡർ ജോയിന്റിലും ഹിപ്പ് ജോയിന്റിലും ഒക്കെ കാണപ്പെടുന്ന, തോൾ വലയത്തിലും ശ്രോണി വലയത്തിലും കാണപ്പെടുന്ന ആളാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഇൻ ഓൾ ഡിറക്ഷൻ, എല്ലാ ഭാഗത്തേക്കും ചലനം സാധ്യമാക്കും. ഇതിങ്ങനെ കറക്കാം, ഇതിങ്ങനെ കറക്കാം, ഇങ്ങോട്ട് കറക്കാം, ഇങ്ങോട്ട് കറക്കാം, അങ്ങനെ 4 ഭാഗത്തേക്കും 30-60 ഡിഗ്രി 360 ഡിഗ്രിയിൽ എന്ത് ചെയ്യാം? ഇത് കറക്കാൻ പറ്റും. ഓക്കെ, അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. പിന്നെ ഹിഞ്ച് ജോയിന്റ്, വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എന്ന് പറയുമ്പോൾ നമ്മളെ കൈമുട്ട്, കാൽമുട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, എൽബോ, നീ, അവിടെയൊക്കെയാണ് ആര് കാണപ്പെടുക? വിജാഗിരി സന്ധി കാണപ്പെടുക. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഇൻ ഓൺലി വൺ ഡിറക്ഷൻ, ഒരു വശത്തേക്ക് മാത്രം ചലനം. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം ചലിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു രസത്തിന് ഇത് പിടിച്ചാണ്ട് ഇങ്ങനെ താഴത്തേക്ക് ചലിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല, സീനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങോട്ട് മാത്രം ചലിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് എന്ത്? ഓൺലി മൂവ്മെന്റ് ഇൻ ഓൺലി വൺ ഡിറക്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്, അഥവാ തെന്നി നീങ്ങുന്ന സന്ധി. തെന്നി നീങ്ങുന്ന സന്ധിയുടെ മൂവ്മെന്റ് ഒരു തെന്നി നീങ്ങുന്ന തരത്തിലായിരിക്കും. അങ്ങനെ തെന്നി നീങ്ങുന്ന തരത്തിലായിരിക്കും. ഗ്ലൈഡിംഗിലേക്ക് മൂവ്മെന്റ്, തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം, നല്ല ഇങ്ങനെ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ഗ്ലൈഡിംഗിലേക്ക് മൂവ്മെന്റ് ആയിരിക്കും ഏത്? ഗ്ലൈഡിംഗ് ജോയിന്റ് അഥവാ തെന്നി നീങ്ങുന്ന സന്ധി. പേരിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് എവിടെ പ്രസന്റ് ചെയ്യുന്നു ചോദിച്ചാൽ റിസ്റ്റിലും ആംഗിളിലും, കൈക്കുഴയിലും കാൽക്കുഴയിലും. ഈ ഒരു ഭാഗത്താണ് ആര് കാണപ്പെടാം? നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്ലൈഡിംഗ് ജോയിന്റ് കാണപ്പെടാം. അത് ചെറിയ ഗ്ലൈഡിംഗിലേക്ക് മൂവ്മെന്റ് അല്ലേ, തെന്നി നീങ്ങുന്ന തരത്തിലുള്ള മൂവ്മെന്റ് അല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ ഉദാഹരണം. റിസ്റ്റ്, അതുപോലെ തന്നെ ആംഗിൾ, കൈക്കുഴ ആൻഡ് കാൽക്കുഴ. അങ്ങനെയെങ്കിൽ ഹൗ മെനി ബോൺസ് ആർ പ്രസന്റ് ഇൻ അവർ ബോഡി? നമ്മുടെ ബോഡിയിൽ എത്ര ബോൺസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. സീ യു സൂൺ.